നമസ്കാരം. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിന്റെ തുടക്കം വളരെ വിജയകരമായിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചരിത്ര നിമിഷത്തിന് വിജയകരമായ തുടക്കമുണ്ടായിരിക്കുന്നു. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആക്സിയം 4 ദൗത്യത്തിന് ഇപ്പോൾ തുടക്കമായി. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, നാസയുടെ മുൻനിര ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായ പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള സ്ലോവോസ് വിസ്നിവ്സ്കി, ഹംഗറിയുടെ ടിബോർ കാബു എന്നിവർ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് നമ്മുടെ ഇന്ത്യക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. ആക്സിയം സ്പേസ് ഇങ്ക്, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവർ സംയുക്തമായിട്ടാണ് ആക്സിയം 4 ബഹിരാകാശ ദൗത്യം നടത്തുന്നത്. പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് ചെയ്യാൻ ക്രമീകരിച്ച ഏകദേശ സമയം നാളെ വൈകിട്ട് 4:30 ദൗത്യം ലക്ഷ്യം നേടുന്നതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ശുഭാംശു. സംഘം ബഹിരാകാശ നിലയത്തിൽ 14 ദിവസം ചിലവിടും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും സംഘം ഭാഗമാകും. ബഹിരാകാശ നിലയത്തിൽ 60 ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും. സൂക്ഷ്മ ആൽഗകളുടെയും ഒപ്പം സൈനോബാക്ടീരിയകളുടെയും വളർച്ചയും മൈക്രോ ഗ്രാവിറ്റിയിൽ പേശികളുടെ പുനരുജ്ജീവനവും ഇവർ പഠിക്കും. ഭാവിയിലെ ബഹിരാകാശ ഭക്ഷ്യ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ധാന്യങ്ങൾ മുളപ്പിക്കും. അങ്ങനെ ചരിത്രപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇവർ അവിടെ തുടക്കം കുറിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സാങ്കേതിക പ്രശ്നം കാരണം 7 വട്ടം മാറ്റിവെച്ച ദൗത്യമാണ് ആക്സിയം 4. ISROയ്ക്കായി 7 പരീക്ഷണങ്ങൾ ശുഭാൻഷു ശുക്ല പ്രത്യേകമായി ചെയ്യും. ശുഭാൻഷു ബഹിരാകാശ യാത്ര ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകരും എന്നാണ് അറിയാൻ കഴിയുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാളാണ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. ഈ ദൗത്യത്തിനായി ഇന്ത്യ ഇതുവരെ കുറഞ്ഞത് 548 കോടി രൂപ ചെലവഴിച്ചു. എന്തായാലും അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്ര തുടക്കത്തിനാണ് ഇപ്പോൾ നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്.